ആവേ 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 മരിയ, ആവേ 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 മരിയ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും ഈ വിശ്വപ്രപഞ്ചത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം രക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മ ചൈതന്യത്തിലേക്ക് നമ്മൾ നടത്തുന്ന ആത്മീയ യാത്രയുടെ മറ്റൊരു ദിനത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് നമുക്ക് പരിചിന്തനത്തിന് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള ഭാഗമാണ് സ്വീകരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യ മനസ്സിനെ സാന്ദ്രമാക്കുന്ന ഒരനുഭവം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ വാക്കുകളിൽ, ഈ തിരുവെഴുത്തുകളിലൂടെ വിശദമാക്കപ്പെടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവവും മനുഷ്യനും, മനുഷ്യനും ദൈവവും തമ്മിൽ നടന്ന ഏറ്റവും സ്നേഹപൂർണമായ ഒരു സംഭാഷണമാണ്, ഒരു സംസാരമാണ്. ആ മറിയവും ദൈവവും, ദൈവത്തിന്റെ ദൂതനിലൂടെ ദൈവവും തമ്മിലുണ്ടായ ആ സംഭാഷണത്തിന്റെ ആത്മീയ ചൈതന്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം ഒന്ന് കൊണ്ടുപോകാം, നമുക്ക് കൊണ്ടുപോകാം. 4-5 പാഠങ്ങൾ ഈ സംഭാഷണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഒന്നാമത്തേത്, ദൈവമാണ് മറിയത്തോട് സംസാരിക്കുവാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, തയ്യാറെടുക്കുന്നത്. നിർമ്മലമായി ജീവിച്ചിരുന്ന മറിയം, നിഷ്കളങ്കയായി ജീവിച്ചിരുന്ന മറിയം, അവളുടെ ജീവിതത്തിന്റെ സുഹൃതങ്ങളും പുണ്യങ്ങളും നിഷ്കളങ്കതയും നൈർമല്യവുമെല്ലാം തിരിച്ചറിഞ്ഞ ദൈവം അവളോട് സംസാരിക്കുവാൻ ശ്രമിക്കുകയാണ്, തൻ്റെ ദൂതനെ അയക്കുകയാണ്. ദൈവം തന്നെയാണ് മറിയത്തോട് സംസാരിക്കുന്നത് ദൂതനിലൂടെ. അപ്പോൾ ഈ സംസാരത്തിന്, സംഭാഷണത്തിന് ആദ്യത്തെ ചുവടെടുക്കുന്നത്, പരിശ്രമം ചെയ്യുന്നത് ദൈവം തന്നെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെയും ആദ്യഘട്ടം ദൈവം തന്നെയാണ്. നമ്മൾ ഓർക്കും, നമ്മൾ ദൈവത്തോട് എന്തൊക്കെയോ പറയുന്നു. അല്ല, ദൈവമാണ് നമ്മോട് ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലിയത്. അതെന്തായിരുന്നു എന്നറിയാമോ? ഏകജാതനായ ക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം അത്രയധികമായി അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെയും നിന്നെയും സ്നേഹിച്ചു. അപ്പോൾ എന്നോടും നിന്നോടും ഉള്ള സ്നേഹത്തെ പ്രതി ഏകജാതനെ നൽകുകയും ആ ഏകജാതൻ വഴി എന്നെയും നിന്നെയും വീണ്ടെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ദൈവമാണ് ആദ്യ ചുവട് വയ്ച്ചത്. ദൈവമാണ് മറിയത്തോട് സംസാരിക്കുവാൻ തുനിഞ്ഞിറങ്ങുന്നത് തൻ്റെ ദൂതനിലൂടെ. ദൈവം തൻ്റെ പദ്ധതി വെളിവാക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ. തൻ്റെ പദ്ധതി എന്താണ് എന്ന് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ദൂതനിലൂടെ വെളിപ്പെടുത്തിയിട്ട് ആ മനുഷ്യ സഹകരണം ദൈവം പ്രതീക്ഷിക്കുകയാണ്, ദൈവം ആഗ്രഹിക്കുകയാണ് മറിയത്തോട്. ഇതാണ് ഒന്നാമത്തെ പാഠം. മാതാവും ദൈവവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഏറ്റവും സാന്ദ്രമായ ഒരു പാഠം, ആദ്യത്തെ പാഠം ഇതാണ്. രണ്ടാമത്, താൻ സമീപിക്കുന്ന വ്യക്തിയോട് ദൈവം ചർച്ച ചെയ്യുകയാണ്. താൻ തിരഞ്ഞെടുത്ത വ്യക്തി മറിയത്തോട് ദൈവം ചർച്ച ചെയ്യുകയാണ്. നമ്മുടെയും ജീവിതത്തോട് ദൈവം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം.
തന്റെ തന്റെ പദ്ധതി വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും മറിയം തന്റെ നിസ്സഹായ അവസ്ഥയെ മനസ്സിലാക്കി ദയനീയമായി ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ ദൈവം ദൂതനിലൂടെ പറയുകയാണ്, The power of the Most High will overshadow you, and therefore the one to take birth from you will be called the Son of the Most High. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ മറിയം നിസ്സഹായ അവസ്ഥയിൽ തൻ്റെ ബലഹീനമായ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം മറുപടി കൊടുക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നുണ്ടോ? നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ, നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ ദൗർബല്യങ്ങളിൽ, നമ്മുടെ ഉത്തരം കിട്ടാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിന്റെ മുമ്പിലിരിക്കണം. ഇതാ മറിയം ദയനീയമായി ആ മുഖത്ത് നോക്കി ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുൻപിൽ ദൈവം മനസ്സ് തുറക്കുകയാണ്. അതായത് ദൈവം തെരഞ്ഞെടുക്കുന്നവരോട്, ദൈവം ഇടപെടുന്നവരോട് ദൈവം ചർച്ച ചെയ്യുകയാണ് വാസ്തവത്തിൽ. ഇതാണ് രണ്ടാമത്തെ പാഠം. ആത്മസമർപ്പണത്തിന്റെ എളിമയുടെ സ്വരം ഉയരുന്നിടത്ത് ദൈവം തന്റെ പദ്ധതികൾ കൂടുതൽ വിശദീകരിക്കും. ഇനി മൂന്നാമത്തെ പാഠം എന്താണ്? അന്വേഷിക്കുന്ന ഏത് ഹൃദയത്തിലും ദൈവത്തിന്റെ ചൈതന്യം വെളിപ്പെടും. ഒരു സംശയമില്ല. ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഏത് മനുഷ്യ ഹൃദയത്തിലും അത്യുന്നതന്റെ ശക്തി വെളിപ്പെടും, പരിശുദ്ധാത്മാവ് വെളിപ്പെടും, അഭിഷേകത്തിന്റെ തീജ്വാലകൾ പെയ്തിറങ്ങും. അഭിഷേകത്തിന്റെ ജ്വാലകൾ പെയ്തിറങ്ങി അവനെ പരിപോഷിപ്പിക്കും, വളർത്തും, ഉണർത്തും, ഉയർത്തും. വചനം പഠിപ്പിക്കുന്നത് അതാണ്. ദൈവത്തിന്റെ ശക്തമായ വെളിപാട് കാണുകയാണ്. വിറ്റ്നസിങ് ദ റെവലേഷൻ ഓഫ് ഗോഡ്സ് പവർ. നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ജീവിതാവസ്ഥയിൽ ഏതുമായിക്കൊള്ളട്ടെ, എങ്ങനെയുമായിക്കൊള്ളട്ടെ, തകർച്ചയോ ഉയർച്ചയോ ഏതുമായിക്കൊള്ളട്ടെ, അവിടെ പ്രാർത്ഥനാപൂർവം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേരാൻ ശ്രമിച്ചാൽ അവിടെ ദൈവത്തിന്റെ വെളിപാട് നിറവേറും. അത്യുന്നതന്റെ ശക്തി ആവസിക്കും, നമ്മിൽ ആവസിക്കും, നമ്മുടെ സാഹചര്യങ്ങളിന്മേൽ ആവസിക്കും, നമ്മുടെ മക്കളിന്മേൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിന്മേൽ, കുടുംബത്തിൽ, അധ്വാനത്തിൽ, പരിശ്രമത്തിൽ, ആഗ്രഹങ്ങളിൽ, വൈകാരിക മേഖലകളിൽ, ഇടപെടലുകളിൽ, സ്വഭാവത്തിൽ, നമ്മുടെ പരിശ്രമങ്ങളിൽ എല്ലായിടത്തും അത്യുന്നതന്റെ ശക്തി ആവസിക്കും. എന്തെന്നാൽ എന്നെയും നിന്നെയും അത്യുന്നതന്റെ സ്വന്തമാക്കുവാനാണ് മറിയത്തിലൂടെ ഏകജാതനായ ക്രിസ്തു ജനിച്ചതു തന്നെ. പഴയ നിയമത്തിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് പരിശുദ്ധ മാതാവ്. എന്നാൽ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ അധ്യായവും പരിശുദ്ധ ദൈവമാതാവാണ്. നമുക്ക് അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലിരിക്കാൻ ശ്രമിക്കാം. അത്യുന്നതന്റെ ശക്തി നമ്മുടെ ഏതവസ്ഥയിലും ആവസിക്കും. നന്മയായതിനെ കത്തിച്ച് ജ്വലിപ്പിക്കും, തിന്മയായതിനെ കത്തിച്ച് ചാമ്പലാക്കും. അതുവഴി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. വീണ്ടും നാലാമത് ഒരു പാഠം കൂടിയുണ്ട്. വ്യക്തിപരമായ ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ സംഭാഷണത്തിൽ, മറിയവും ദൈവവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ അടുത്ത പാഠം എന്ന് പറയുന്നത് മറിയം ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം എന്താണെന്നറിയാമോ? ഈ ചർച്ചയ്ക്ക്, സംഭാഷണത്തിന് ശേഷം മറിയം എടുക്കുന്ന തീരുമാനം എന്താണെന്നറിയാമോ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ. തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന സാഹചര്യങ്ങളെയും സംഘർഷങ്ങളെയും അപകടങ്ങളെയും നൂലാമാലകളെയും ഒന്നും പരിഗണിക്കാതെ
തുറന്ന മനസ്സോടെ അമ്മ ഒരു തീരുമാനമെടുത്തു. എന്നോട് ദൈവം ഇടപെടുന്നു, എന്നോട് ദൈവം സംസാരിക്കുന്നു, എന്നോട് ദൈവം എൻ്റെ പക്കലേക്ക് അണയുന്നു, എന്നിലൂടെ ദൈവം എന്തോ ആഗ്രഹിക്കുന്നു, അതിന് ഞാൻ എൻ്റെ ശിരസ്സ് നമിച്ചു കൊടുക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, handmaid of the Lord, that thy will be done to me. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസാന ശ്വാസം വരെ, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ കർത്താവിന്റെ ദാസനായിരിക്കുവാൻ, ദാസിയായിരിക്കുവാൻ നമുക്ക് ദൈവവുമായിട്ടുള്ള സംഭാഷണം നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥം വെളിപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുകയാണ്, നമുക്ക് പാഠമായി, മാതൃകയായി വെളിപ്പെടുകയാണ്. ഒന്നോർത്തു നോക്കുക, ദൈവം തുനിഞ്ഞിറങ്ങുന്നു, തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് ദൈവം സംസാരിക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെ ആ വ്യക്തി പ്രാർത്ഥനയായി മറുപടിയായി ആത്മസമർപ്പണം ചെയ്യുന്നു. അവിടെ ദൈവത്തിന്റെ ചൈതന്യം പെയ്തിറങ്ങുന്നു. ദൈവത്തിന്റെ ചൈതന്യം പെയ്തിറങ്ങുന്നിടത്ത് ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം വളരുന്നു, വിടരുന്നു, പുഷ്പിക്കുന്നു. ദൈവത്തിന്റെ ദാസനും ദാസിയുമായി മാറുന്നു. പരിശുദ്ധ മറിയം നമ്മുടെ മാതാവാണ്. മാതാവ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. ഈശോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ ക്രിസ്തീയ ജീവിതം. ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ക്രിസ്തീയ ജീവിതം. പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. ആ കാത്തിരിപ്പ് ഫലം കാണുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ. പറയാറുണ്ട്, what was deposited in her womb was God's plan for his people. അവളുടെ ഗർഭത്തിൽ നിക്ഷേപിക്കപ്പെട്ടത് തന്റെ ജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. What was deposited in her womb was God's mercy for his people. അവളുടെ ഗർഭത്തിൽ നിക്ഷേപിക്കപ്പെട്ടത് ദൈവത്തിന് തന്റെ ജനത്തോടുള്ള കാരുണ്യമാണ്. What was deposited in her womb was God's love and life for his people. ദൈവത്തിന്റെ സ്നേഹവും ജീവനുമാണ്. ആർക്ക് വേണ്ടി? ദൈവത്തിന്റെ ജനത്തിനു വേണ്ടിയുള്ള. What was deposited in her womb was God's uncomparable compassion for his people. താരതമ്യം ചെയ്യാനാവാത്ത ദൈവ കാരുണ്യം, ക്ഷമയുടെ വലിയ ചൈതന്യമാണ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണം ദൈവാനുഭവത്തിന്റെ തീവ്രഭാവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ദൈവത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കെൽപ്പ് കിട്ടുകയുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥനയിൽ ഒന്നായി ചേർന്നിരുന്ന് ദൈവാത്മാവിന്റെ ശക്തിയും അഭിഷേകവും പ്രാപിക്കുന്ന ഒരുവന് മാത്രമേ ദൈവത്തിന്റെ ദാസനാകാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിന്റെ ഇന്നുകളിലും നാളുകളിലും അവസാന നാളുകളിലുമെല്ലാം ദൈവത്തിന്റെ ദാസന്മാരെയാണ് ദൈവം അന്വേഷിക്കുക. പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നതും ആ ദൈവത്തിന്റെ ദാസനാകുവാനാണ്, ദാസിയാകുവാനാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ജനത്തെയും, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന സകല നിയോഗങ്ങളെയും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തുവാൻ, യേശു വാഗ്ദാനം ചെയ്യുന്ന നിത്യനായ സത്യമായ ദൈവം വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.